ഹലോ എവ്രി വൺ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയാം, നമ്മളൊരു അമ്പലം കാണാൻ പോയ വീഡിയോ ആണ് കേട്ടോ. ഈ അമ്പലത്തിൻ്റെ പേര് ബിർള രാധാകൃഷ്ണ ടെമ്പിൾ എന്നാണ്. പേര് പോലെ തന്നെ ബിർള ഫാമിലിക്കാർ ഉണ്ടാക്കിയിട്ടുള്ള അമ്പലമാണ്. ഇതുള്ളത് ഗോവയിലാണ്. ഗോവയിൽ സങ്വാൾ എന്ന് പറയും. പിന്നെ നമുക്ക് പറയാം, നമുക്കറിയുന്ന ഒരു സ്ഥലം പറയുകയാണെങ്കിൽ വാസ്കോ സിറ്റിയുടെ അടുത്താണ് ഈ അമ്പലം. ഡബോലിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്, ഗോവയിലത്തെ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഡബോലിൻ, അവിടുന്ന് 5 കിലോമീറ്ററൊക്കെ ദൂരമേ ഉള്ളൂ ഈ അമ്പലത്തിലേക്ക്. കാണാൻ നല്ല ഭംഗിയുള്ള അമ്പലമാണ്. നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മുകളിൽ കൂടെ മറ്റേ എയ്റോപ്ലെയിൻ പോകുന്നതൊക്കെ കാണാൻ പറ്റും. അതായത് വളരെ അടുത്ത് ഇങ്ങനെ ഇത്ര വലുതായിട്ട് നമ്മൾ ശരിക്കും അമ്പലത്തിൻ്റെ മുകളിൽ കൂടെ എയ്റോപ്ലെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന പോലെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നല്ല ഹൈറ്റിലുള്ള അമ്പലമാണ് കേട്ടോ. ഭയങ്കര ഹൈറ്റിൽ വെള്ള കളറിൽ ഫുൾ വൈറ്റ് മാർബിൾസ് കൊണ്ടാണ് ഈ അമ്പലം ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ. എന്തൊരു ഭംഗിയാണെന്ന് പറഞ്ഞാൽ തീരില്ല. അങ്ങനെ അതായത് ശരിക്കും നമുക്ക് അവിടെ ചെന്ന് നിന്നാൽ പ്രാർത്ഥിക്കാനല്ല കൂടുതൽ തോന്നുന്നതാണ് എനിക്ക് മനസ്സിലായി. നമ്മളതിങ്ങനെ കണ്ട് അതിൻ്റെ ഭംഗി ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കും. പിന്നെ അവിടെ ഇങ്ങനെ ഓം ആ സംഭവം ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും കേട്ടോ. എപ്പോഴും അങ്ങനെ ആ ഓം റെക്കോർഡ് അവിടെ ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്കവിടെ വളരെ സമാധാനമായിട്ട് വളരെ പീസ്ഫുള്ളായിട്ട് എത്ര നേരം വേണമെങ്കിൽ ഇരിക്കാൻ പറ്റും. നല്ല തണുവൊക്കെയാണ്. പിന്നെ നമ്മളവിടെ എത്തിയത് ഏകദേശം ഉച്ച അടുപ്പിച്ചിട്ടാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ആൾക്കാരില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വളരെ പീസ്ഫുള്ളായിട്ട് നമുക്കവിടെ ഇരിക്കാൻ പറ്റി. സാധാരണ 12 മണി മുതൽ 3 മണി വരെ ഈ അമ്പലം അടയ്ക്കും കേട്ടോ. ക്ലോസ് ചെയ്യും 12 മണി വരെയും. പിന്നെ 3 മണിക്ക് ശേഷമാണ് ഓപ്പൺ ചെയ്യുള്ളൂ. പേര് പോലെ തന്നെ രാധാകൃഷ്ണനാണ് ഇവിടുത്തെ പ്രധാന വിഗ്രഹം കേട്ടോ. പക്ഷേ എല്ലാവരും ഉണ്ട്. നമ്മുടെ അവിടെ ഉപദേവതമാരൊക്കെ ഉള്ള പോലെ തന്നെ മറ്റേ ഹനുമാൻ സ്വാമിയുണ്ട്, നമ്മുടെ ഗണപതി ഉണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്. ശ്രീരാമനും സീതയും ലക്ഷ്മണനുമായിട്ട് ഹനുമാനൊക്കെ ആയിട്ടുള്ള, അങ്ങനെ ശിവനും പാർവതിയും, അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാം വലിയ വലിയ വിഗ്രഹങ്ങളാണ്. ഭയങ്കര ഹൈറ്റിലുള്ള വിഗ്രഹങ്ങളാണ്. പിന്നെ എല്ലാ ഹൈറ്റിലുള്ള വിഗ്രഹത്തിൻ്റെയും തൊട്ട് താഴെ ഒരു ചെറിയ വിഗ്രഹം വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. ശരിക്കും ഈ വീഡിയോയിൽ അതിൻ്റെ ഭംഗിയൊന്നും അങ്ങനെ കറക്റ്റായിട്ട് അറിയുന്നില്ല. അവിടെ എന്താ ഉള്ളതെന്ന് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ഭയങ്കര ഭംഗിയാണ്. ശരിക്കും വീഡിയോയിലൊന്നും കിട്ടുന്നില്ല ആ ഡ്രസ്സിൻ്റെ ഭംഗി. പിന്നെ ആ വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ ബാക്കിൽ ഡോർസിൻ്റെ ഒന്നും അങ്ങനെ കറക്റ്റായിട്ട് അറിയുന്നില്ല. ശരിക്കും നല്ല ഭംഗിയാണ് അതുണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാൻ. ഭയങ്കര ഡീറ്റെയിലിംഗ് ആണ്. നല്ല രസമാണ്. അപ്പോൾ ശരി, വീണ്ടും കാണാം.